നമസ്കാരം. വാക്ക് വിത്ത് എലോഹിം എന്ന ഈ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഡിസംബർ 25 ബൈബിളിലെ യേശുക്രിസ്തു ജനിച്ചിട്ടില്ല എന്ന വിഷയത്തെ പറ്റിയാണ് നാം ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആശയത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നുള്ളത് ദൈവിക വീക്ഷണത്തിലും വചനവീക്ഷണത്തിലും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആമുഖമായിട്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളൊരു കാര്യം, ഡിസംബർ 25 ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ യേശുവിൻ്റെ ജനനം ആഘോഷിക്കാൻ ഒത്തുകൂടുന്നു. ചോദ്യം: ക്രിസ്തുമസ് ആഘോഷം എങ്ങനെ ഉത്ഭവിച്ചു? യേശുവിൻ്റെ ജന്മദിനവുമായി ഡിസംബർ 25 എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? നാം ഓർമ്മിച്ചിരിക്കേണ്ട 3 കാര്യങ്ങൾ ഇവയാണ്. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ ജന്മദിനത്തെക്കുറിച്ച് ബൈബിളിൽ രേഖകൾ ഒന്നും ഇല്ല. 2, ശൈത്യകാലത്ത് ഒരിടയന്മാരും തങ്ങളുടെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കാൻ പുറപ്പെടില്ല. ഒരുപക്ഷെ ആ സമയം വയലിൽ പുല്ലുപോലും കണ്ടില്ല എന്ന് വരും. 3-ാമത്തെ പോയിന്റ്, വർഷത്തിലെ ഏറ്റവും തണുപ്പുള്ളതും ഇരുണ്ടതുമായ സമയങ്ങളിൽ സെൻസസ് എടുക്കുന്നതിനുള്ള ഒരു ഉത്തരവ് സീസർ അഗസ്റ്റസ് പാസ്സാകില്ല. കാരണം ആ മാസങ്ങളിൽ യാത്ര ചെയ്യാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ പാലസ്തീനിലെ ഇപ്പോഴുള്ള കാലാവസ്ഥ ഒന്ന് പരിശോധിച്ചാൽ പോലും പലപ്പോഴും ഡിസംബർ ജനുവരി മാസങ്ങളൊക്കെ ഒന്നുകിൽ മഞ്ഞോ അല്ലെങ്കിൽ മഴയോ കൊണ്ട് നിറഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ യാത്രയ്ക്ക് കാര്യമായ ഒരു സഹായം ആ മാസങ്ങളിൽ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നിറവയറുമായിട്ട് യേശുവിനെയും ചുമന്നുകൊണ്ട് മറിയയും യോസഫും ആ സമയം സെൻസസ് എടുക്കുവാനായിട്ട് ഇത്രയും ദൂരം യാത്രിച്ചു എന്നത് അംഗീകരിക്കാനാവാത്ത ഒരു വസ്തുതയാണ്. ഈ 3 കാര്യങ്ങൾ ഓർമ്മയിൽ വച്ചേക്കുക. ഇനി നമുക്ക് ദൈവം വർഷങ്ങളെയും മാസങ്ങളെയും ദിവസങ്ങളെയും കൃത്യമായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ഡിസംബർ 25 ലോകം മുഴുവനും യേശുവിൻ്റെ തിരുപ്പിറവിയായിട്ട് ആഘോഷിച്ചു വരുന്നത്. തിരുവചനത്തിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ദിവസമോ കൃത്യമായ മാസമോ യേശുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ലഭ്യവുമല്ല. എന്നാൽ ബൈബിളിൽ ദൈവം കാലങ്ങളെയും മാസങ്ങളെയും ദിവസങ്ങളെയും കൃത്യമായും രേഖപ്പെടുത്തുന്ന സ്വഭാവമുണ്ടോ എന്നത് ബൈബിളിൽ നിന്ന് തന്നെ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ, ഗബ്രിയേൽ ദൂതനെ മറിയയുടെ അടുക്കലേക്ക് നസറത്ത് എന്ന പട്ടണത്തിലേക്ക് ദൈവം അയക്കുമ്പോൾ അത് എന്നാണ് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6-ാം മാസത്തിലാണ് എന്ന്. യഹസ്കേലിൻ്റെ പ്രവചനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. അവിടെ പ്രവാചകൻ താൻ ദർശനം കണ്ട ദിവസവും കാലം ഇവയെല്ലാം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കെബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്നു, ഞാൻ ദിവ്യദർശനങ്ങളെ കണ്ടു. ശ്രദ്ധിച്ചോ, ഇവിടെ മാസവും വർഷവും ദിവസവും വരെ വളരെ വ്യക്തമായിട്ട് പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തിരുവെഴുത്തുകളുടെ അടിസ്ഥാന സ്വഭാവം വെച്ച് കാലങ്ങളും വർഷങ്ങളും മാസവും ദിവസവും കൃത്യമായി രേഖപ്പെടുത്തി വായിക്കുന്നവർക്ക് അതിലൊരു വ്യക്തത കൊടുക്കണം എന്ന് ദൈവം തീരുമാനിച്ചാൽ അത് കൃത്യമായിട്ടും അപ്രകാരം തന്നെ രേഖപ്പെടുത്താറുണ്ട്. എന്നാൽ മശിഹായായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ മാത്രം തീയതിയോ ദിവസമോ വർഷമോ ദൈവം തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. ആരാണ് ഈ ഡിസംബർ 25 യേശുക്രിസ്തുവിൻ്റെ ജനനമാണെന്ന് ലോകം മുഴുവനും കൂടുതലായിട്ട് പ്രഘോഷിക്കുകയും അത് യേശുവിൻ്റെ തിരുപ്പിറവിയായിട്ട് ആഘോഷിക്കാനായിട്ട് ലോകം മുഴുവനും ഒത്തിരി അനുവാദം കൊടുക്കുകയും ചെയ്യുന്നത് ആരാണ് എന്ന് പരിശോധിച്ചാൽ കത്തോലിക്ക സഭ എന്ന് നമുക്ക് പറയേണ്ടി വരും. കത്തോലിക്ക സഭയാണ് കൂടുതലായിട്ടും ക്രിസ്തുമസിനെ അംഗീകരിക്കുകയും ആഘോഷിക്കാനായിട്ട് അനുവാദം കൊടുക്കുകയും ചെയ്യുന്നത്. കൂടുതൽ പേരും ക്രിസ്മസ്
വളരെ വ്യാപകമായിട്ടും ആഡംബരമായിട്ടും ആഘോഷിച്ച് കാണുന്നതും കത്തോലിക്ക സഭ തന്നെയാണ്. കത്തോലിക്ക സഭയുടെ ഒരു ചെറിയ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. ക്രിസ്തീയ ചരിത്രത്തിൻ്റെ ആദ്യ 280 വർഷക്കാലം റോമൻ സാമ്രാജ്യം ക്രിസ്തു മതത്തെ നിരോധിക്കുകയും ക്രിസ്ത്യാനികളെ കഠിനമായി പീഡിപ്പിക്കുകയും ചെയ്തു. റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ്റെ പരിവർത്തനത്തിന് ശേഷം ഇത് മാറി. ക്രിസ്തുവർഷം 313 കോൺസ്റ്റന്റൈൻ മിലാൻ നിയമവുമായി മതപരമായ സഹിഷ്ണുത നൽകി. ക്രിസ്തു മതത്തിനുള്ള വിലക്ക് ഫലപ്രദമായി നീക്കി. പിന്നീട് ക്രിസ്തുവർഷം 325 കോൺസ്റ്റന്റൈൻ കൗൺസിൽ ഓഫ് നൈസിയയെ വിളിച്ചു. റോമൻ സാമ്രാജ്യത്തെ ഒന്നിപ്പിക്കാൻ കഴിയുന്ന ഒരു മതമായിട്ടാണ് കോൺസ്റ്റന്റൈൻ ക്രിസ്തു മതത്തെ വിഭാവനം ചെയ്തത്. അക്കാലത്ത് അത് വിഘടിച്ച് ഭിന്നിക്കാൻ തുടങ്ങിയിരുന്നു. ഇത് ക്രിസ്തീയ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വികാസമാണെന്ന് തോന്നും എങ്കിലും ഫലങ്ങൾ ഗുണപരമല്ലാതെ മറ്റൊന്നുമല്ല. ക്രൈസ്തവ വിശ്വാസത്തെ പൂർണ്ണമായി സ്വീകരിക്കാൻ കോൺസ്റ്റന്റൈൻ വിസമ്മതിക്കുകയും അദ്ദേഹത്തിൻ്റെ പുറജാതീയ വിശ്വാസങ്ങളും ആചാരങ്ങളും പലതും തുടരുകയും ചെയ്തതുപോലെ കോൺസ്റ്റന്റൈനും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളും ക്രമേണ പ്രോത്സാഹിപ്പിച്ച ക്രിസ്ത്യൻ സഭ യഥാർത്ഥ ക്രിസ്തുമതത്തിൻ്റെയും റോമൻ പുറജാതീയതയുടെയും മിശ്രിതമായി മാറി. തീർച്ചയായും റോമൻ കത്തോലിക്ക സഭ അതിൻ്റെ വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും പുറജാതീയ ഉത്ഭവത്തെ നിഷേധിക്കുന്നു. കത്തോലിക്ക സഭ അതിൻ്റെ പുറജാതീയ വിശ്വാസങ്ങളെ സങ്കീർണമായ ദൈവശാസ്ത്രത്തിൻ്റെയും സഭാ പാരമ്പര്യത്തിൻ്റെയും മറവിൽ മറയ്ക്കുന്നു. അതിൻ്റെ പല വിശ്വാസങ്ങളും ആചാരങ്ങളും വേദപുസ്തകത്തിന് തീർത്തും അന്യമാണെന്ന് തിരിച്ചറിഞ്ഞ കത്തോലിക്ക സഭയ്ക്ക് തിരുവെഴുത്തുകളുടെ ആധികാരവും പര്യാപ്തതയും നിഷേധിക്കാൻ നിർബന്ധിതരാകുന്നു. വ്യത്യാസങ്ങൾ മങ്ങിക്കുന്നതിലൂടെയും വ്യത്യാസങ്ങൾ മായ്ച്ചു കളയുന്നതിലൂടെയും കത്തോലിക്ക സഭ റോമൻ സാമ്രാജ്യത്തിലെ വിഗ്രഹ ആരാധകരായ ജനങ്ങളെ ആകർഷിച്ചു. നൂറ്റാണ്ടുകളായി റോമൻ ലോകത്തിലെ പരമോന്നത മതമായി കത്തോലിക്ക സഭ മാറി. എന്നിരുന്നാലും മറ്റൊരു ഫലം യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ സുവിശേഷത്തിൽ നിന്നും വിശ്വാസത്യാഗം ചെയ്യുന്ന ക്രിസ്തുമതത്തിൻ്റെ ഏറ്റവും പ്രബലമായ രൂപവും ദൈവവചനത്തിൻ്റെ യഥാർത്ഥ പ്രഖ്യാപനവും ആയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ കത്തോലിക്ക സഭ റോമിൽ ഉടലെടുക്കുമ്പോൾ അവിടുത്തെ ആധികാരിക സഭയാക്കി മാറ്റുവാനും വേണ്ടി റോമാക്കാരെ മുഴുവനും ആകർഷിക്കാനായിട്ട് റോമാക്കാർ ആചരിച്ചു വന്ന പല ആചാരങ്ങളെയും അവരുടെ മതപരമായ ആശയങ്ങളെയും കത്തോലിക്ക സഭയിലേക്ക് ഉൾക്കൊള്ളിക്കുവാൻ കോൺസ്റ്റന്റൈന് കഴിഞ്ഞു. കൗൺസിൽ ഓഫ് നൈസിയ വിളിച്ചു കൂട്ടിയപ്പോൾ ആ നൈസിയ കൗൺസിലിൽ വേദപുസ്തകത്തിന് വിരുദ്ധമായിരിക്കുന്ന പല ആശയങ്ങളും അവർ കൽപ്പനയായി പുറത്തിറക്കി. ആ നാട്ടിലെ റോമാക്കാരുടെ പ്രീതി കിട്ടാനുമായി റോമാക്കാർ ആരാധിച്ചു വന്നിരുന്ന പുറജാതീയ മതത്തിൻ്റെ എല്ലാ ആചാരങ്ങളെയും കത്തോലിക്ക സഭയിലേക്ക് കൂട്ടി വരുത്തുകയായിരുന്നു കോൺസ്റ്റന്റൈൻ ചെയ്തത്. അങ്ങനെ കത്തോലിക്ക സഭ റോമിൽ പ്രബലപ്പെടുവാനായിട്ടിടയായി. പ്രബലപ്പെട്ട കത്തോലിക്ക സഭ വേദപുസ്തകത്തിന് വിരുദ്ധമായി പലതരത്തിലുള്ള ആശയങ്ങളും ആചാരങ്ങളും കത്തോലിക്ക സഭ ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ചു. അതിലൊന്നാണ് ക്രിസ്മസ് ആഘോഷം. ക്രിസ്തുമസ് ആഘോഷം എങ്ങനെ ഉത്ഭവിച്ചു എന്ന് ചരിത്രത്തിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഡിസംബർ ജനുവരി കാലഘട്ടത്തിൽ പല നാട്ടിലെ പല മതക്കാർ പലതരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളും നടത്തി വന്നിരുന്നു. ചിലർക്ക് ഡിസംബർ കാലഘട്ടം മതപരമായ ഒത്തുകൂടലുകൾ അല്ലെങ്കിൽ പോലും കുടുംബമായി ഒത്തുകൂടാനും തങ്ങളുടെ ജോലിയിൽ നിന്നും വിട്ടുനിന്ന് ആഘോഷങ്ങളിൽ ഏർപ്പെടാനുമുള്ള ഒരു ശൈത്യകാല ഉത്സവമായി പലരുടെയും ജീവിതത്തിൽ ക്രിസ്തുമസ് ആയിരുന്നു ഡിസംബർ ജനുവരി മാസങ്ങൾ. അതുപോലെ തന്നെ റോമാക്കാർക്കും ഡിസംബർ ജനുവരിയോടനുബന്ധിച്ച് അവർക്കും ശൈത്യകാല ദേവന്മാരോടുള്ള ആദരവ് സൂചിപ്പിക്കുന്ന മാസമായിരുന്നു ഡിസംബർ ജനുവരി മാസം. അതിൽ പ്രധാനമായ ഒരു ഉത്സവമായിരുന്നു റോമാക്കാർ സാറ്റർനേലിയ എന്ന പേരിൽ ആഘോഷിച്ചു വന്നത്. കാർഷിക ദേവനായ ശനിയെ ബഹുമാനിക്കുന്ന ഒരു പുരാതന റോമൻ പുറജാതീയ ഉത്സവമാണ് ഡിസംബർ മധ്യത്തിൽ നടക്കുന്ന സാറ്റർനേലിയ.
ക്രിസ്മസുമായി നാം ഇപ്പോൾ ബന്ധപ്പെടുത്തിയിരിക്കുന്ന പല പാരമ്പര്യങ്ങളുടെയും ഉറവിടമാണ് സാറ്റർനേലിയ ആഘോഷങ്ങൾ. എന്താണ് സാറ്റർനാലിയ? പുരാതന റോമൻ കലണ്ടറിലെ ഏറ്റവും ജനപ്രിയമായ അവധിക്കാലമായ സാറ്റർനേലിയ പഴയ കൃഷി സംബന്ധമായ ആചാരാനുഷ്ഠാനങ്ങളായ മിഡ്വിൻ്റർ, ശീതകാല സൊളിസിറ്റിസ് എന്നിവയിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ്. പ്രത്യേകിച്ച് ശൈത്യകാല വിതയ്ക്കൽ സമയത്ത് ദേവന്മാർക്ക് സമ്മാനങ്ങളോ ബലിയർപ്പണമോ നടത്തുന്ന രീതി. കാർഷികത്തിൻ്റെയും സമയത്തിൻ്റെയും റോമൻ ദേവനായ ശനിയുടെ പുറജാതീയ ആഘോഷം ഒരൊറ്റ ദിവസമായി ആരംഭിച്ചു. പക്ഷേ റിപ്പബ്ലിക്കിൻ്റെ അവസാനത്തോടെ ഡിസംബർ 17 മുതൽ, അതായത് BC 133 മുതൽ 31 വരെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവമായി ഇത് വ്യാപിച്ചു. അക്കാലത്ത് റോമാക്കാർ ഉപയോഗിച്ചിരുന്ന ജൂലിയൻ കലണ്ടറിൽ ശീതകാലം ഡിസംബർ 25 കുറഞ്ഞു വരുമായിരുന്നു. എങ്ങനെയാണ് റോമാക്കാർ സാറ്റർനേലിയ ആഘോഷിച്ചത്? സാറ്റർനേലിയ സമയത്ത് ജോലിയും ബിസിനസ്സും നിലയ്ക്കും, സ്കൂളുകളും കോടതികളും അടയ്ക്കും, സാധാരണ സാമൂഹിക രീതികൾ താൽക്കാലികമായി നിർത്തിവയ്ക്കും, ആളുകൾക്ക് അവരുടെ വീടുകൾ മറ്റ് പച്ചപ്പുകളും കൊണ്ട് അലങ്കരിക്കും. കൂടാതെ സിന്തസിസ് എന്നറിയപ്പെടുന്ന വർണ്ണാഭമായ വസ്ത്രങ്ങൾക്ക് അനുകൂലമായി പരമ്പരാഗത ടോഗോസ് ചൊരിയുകയും ചെയ്യും. സാറ്റർനാലിയയിൽ അടിമകൾക്ക് പോലും ജോലി ചെയ്യേണ്ടതില്ല, പക്ഷേ ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ അനുവാദം ഉണ്ടായിരുന്നു. ചില സന്ദർഭങ്ങളിൽ യജമാനന്മാർ അവരെ സേവിക്കുമ്പോൾ അവർ മേശയുടെ തലയിൽ ഇരിക്കും. ജോലി ചെയ്യുന്നതിന് പകരം റോമാക്കാർ സാറ്റർനേലിയ ചൂതാട്ടം, ആലാപനം, സംഗീതം കളിക്കൽ, വിരുന്ന്, സാമൂഹികവൽക്കരണം, പരസ്പരം സമ്മാനങ്ങൾ കൊടുക്കുക എന്നിങ്ങനെ ആഘോഷിച്ചു. സാറ്റർനേലിയയുടെ സമയത്ത് സെറി എന്നറിയപ്പെടുന്ന വാക്സ് ടേപ്പർ മെഴുകുതിരികൾ സാധാരണ സമ്മാനങ്ങളായിരുന്നു. സിഗില്ലാരിയ എന്നറിയപ്പെടുന്ന സാഘോഷങ്ങളുടെ അവസാന ദിവസം നിരവധി റോമാക്കാർ അവരുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും സിഗ്നില്ലേരിയ എന്നറിയപ്പെടുന്ന ചെറിയ ടെറക്കോട്ട പ്രതിമകൾ നൽകുമായിരുന്നു. ഇത് മനുഷ്യപ്പെടുന്ന പഴയ ആഘോഷങ്ങളെ പരാമർശിച്ചായിരിക്കാം. ഇനി സാറ്റർനേലിയ എന്ന ആഘോഷം ക്രിസ്മസ് എന്ന ആഘോഷത്തെ എങ്ങനെ രൂപപ്പെടുത്തിയിട്ടുണ്ടാകും? ക്രിസ്മസ് ആഘോഷിക്കുന്ന ക്രിസ്ത്യൻ അവധിക്കാലം പുരാതന റോമൻ ഉത്സവത്തോട് അതിൻ്റെ പല പാരമ്പര്യങ്ങൾക്കും കടപ്പെട്ടിരിക്കുന്നു. ക്രിസ്മസ് ആഘോഷിക്കുന്ന വർഷം ഉൾപ്പെടെ യേശുവിൻ്റെ ജനനത്തിനായി ബൈബിൾ ഒരു തീയതി നൽകുന്നില്ല. നേറ്റിവിറ്റി കഥയിലെ ഇടയന്മാരെയും ആടുകളെയും പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം വസന്തകാലത്ത് ജനിച്ചതാകാമെന്ന് ചില ദൈവശാസ്ത്രജ്ഞർ നിഗമനം ചെയ്തിട്ടുണ്ട്. AD 4-ാം നൂറ്റാണ്ട് ആയപ്പോഴേക്കും പാശ്ചാത്യ ക്രിസ്ത്യൻ പള്ളികൾ ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഇത് അവധി ദിനം സാറ്റർനേലിയയുമായും മറ്റ് ജനപ്രിയ പുറജാതീയ മിഡ്വിൻ്റർ പാരമ്പര്യങ്ങളുമായും സംയോജിപ്പിക്കാൻ പോപ്പ് ജൂലിയസ് I അനുവദിച്ചു. യേശുവിൻ്റെ ജനനം വസന്തകാലത്ത് സംഭവിച്ചിരിക്കാമെന്ന് ചില തെളിവുകൾ സൂചിപ്പിക്കും എങ്കിലും ജൂലിയസ് I മാർപ്പാപ്പ ഡിസംബർ 25 തിരഞ്ഞെടുക്കുകയായിരുന്നു. പുറജാതീയ സാറ്റർനേലിയ ഉത്സവത്തിൻ്റെ പാരമ്പര്യങ്ങൾ സ്വീകരിക്കുന്നതിനുമായിട്ടാണ് സഭ ഈ തീയതി തിരഞ്ഞെടുത്തത് എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. സാറ്റർനേലിയ സമയത്ത് റോമാക്കാർ വിശ്വസിച്ചിരുന്ന മറ്റൊരു വിശ്വാസമാണ് തങ്ങളുടെ ഇഷ്ടദേവനായ സൂര്യഭഗവാൻ എല്ലാ ഡിസംബർ മാസവും വീണ്ടും ജനിക്കുന്നു എന്ന്. ഇന്ന് റോമൻ കത്തോലിക്ക വിശ്വാസത്തിൽ ജീവിക്കുന്നവർ ക്രിസ്മസ് എന്നത് യേശുവിൻ്റെ വീണ്ടും ജനനമായിട്ടാണല്ലോ ആഘോഷിക്കുന്നത്. സൂര്യഭഗവാൻ എല്ലാ ഡിസംബർ കാലഘട്ടത്തിലും വീണ്ടും വീണ്ടും ജനിക്കുന്നു എന്ന് സാറ്റർനേലിയ ആഘോഷിച്ചിരുന്ന റോമാക്കാരുടെ അതേ വിശ്വാസം തന്നെയാണ് അവിടെ നിന്നും ഉത്ഭവിച്ച റോമൻ കത്തോലിക്ക സഭയും യേശു വീണ്ടും ഡിസംബർ 25 ജനിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നതും അതിനെ ആഘോഷിക്കുന്നതും. സാറ്റർനേലിയയെക്കുറിച്ച് മാത്രം നമ്മൾ അറിഞ്ഞാൽ പോരാ. വെസ്റ്റേൺ കൾച്ചറിലുള്ള റോമൻ കത്തോലിക്ക സഭ മാത്രമാണ് ഡിസംബർ 25 യേശുവിൻ്റെ ജനനമെന്ന പേരിൽ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. എന്നാൽ ചില നാടുകളിൽ ഇന്നും ജനുവരി 6 യേശുവിൻ്റെ തിരുപ്പിറവിയായ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. എന്നാൽ ഡിസംബർ 25 കിട്ടിയ പ്രശസ്തി ജനുവരി 6 ലോകമെങ്ങും കിട്ടാതെ പോയി. ജർമ്മനിയിലൊരു ഉത്സവമുണ്ട്. അതിൻ്റെ പേര് യൂലേ എന്നാണ്.
ഇന്ന് നമ്മൾ കാണുന്ന ക്രിസ്മസിന് ഉപയോഗിക്കുന്ന സകല ആഘോഷങ്ങളുടെയും ഉത്ഭവം ജർമ്മൻകാർ ആഘോഷിച്ചു കൊണ്ടിരുന്ന യൂലെ എന്ന് പറയുന്ന ഉത്സവത്തിൽ നിന്നും കടമെടുത്തതാണ്. യൂലെ ക്രിസ്മസിനെ എങ്ങനെ രൂപപ്പെടുത്തി എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് സ്കാൻഡിനേവിയയിൽ യൂളിനെ ആഘോഷിച്ചത്? സ്കാൻഡിനേവിയയിൽ, അതായത് വടക്കൻ യൂറോപ്പിലെ ഒരു ഉപപ്രദേശം, നോർസ് യൂളിനെ ആഘോഷിച്ചു. നോർസ് എന്നത് വടക്കൻ ജർമ്മൻ ജനതയെ പറയുന്ന പേര്. യൂൾ എന്നത് ജർമ്മനി ജനത ചരിത്രപരമായി ആചരിച്ച ലോകത്തിലെ ഏറ്റവും പഴയ ശൈത്യകാല ആഘോഷങ്ങളിൽ ഒന്നാണ്. പണ്ഡിതന്മാർ യൂളിൻ്റെ യഥാർത്ഥ ആഘോഷങ്ങളെ കാട്ടിലേക്ക് ബന്ധിപ്പിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അവരുടെ വേട്ടയുടെ ദേവനായ ഓഡിൻ, ആ ഓഡിൻ ദേവനെ പ്രസാദിപ്പിക്കുവാനും ശൈത്യകാലത്ത് യൂൾ എന്ന ഫെസ്റ്റിവൽ ജർമ്മൻ ജനത ആഘോഷിച്ച് വരുന്നത്. ഡിസംബർ 21 മുതൽ ശീതകാല അറുതി വരെ, അതായത് ജനുവരി വരെ യൂളിനെ ആഘോഷിച്ചു വരുന്നു. സൂര്യൻ്റെ തിരിച്ചുവരവിനെ അംഗീകരിച്ച് പിതാക്കന്മാരും പുത്രന്മാരും വലിയ തടി വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു. അത് തീ കൊളുത്തും. ഇങ്ങനെയാണ് അവർ യൂളിൻ്റെ ആഘോഷത്തിന് തുടക്കം കൊടുത്തിരുന്നത്. 12 ദിവസം വലിയ മരം കരിഞ്ഞു പോകുന്നതുവരെ ആളുകൾ വിരുന്ന് കഴിക്കുമായിരുന്നു. തീയിൽ നിന്നുള്ള ഓരോ തീപ്പൊരിയും ഒരു പുതിയ പന്നിയെയോ പശുക്കുട്ടിയെയോ പ്രതിനിധീകരിക്കുന്നുവെന്ന് നോർസ് വിശ്വസിച്ചു. പുതിയ പന്നിയും പുതിയ പശുക്കുട്ടിയെയും പ്രതിനിധീകരിക്കുന്നത് വരുവാനുള്ള വർഷത്തിലെ തങ്ങളുടെ കാർഷിക വിളവിൻ്റെ വർധനവിന് വേണ്ടിയാണ്. ഇങ്ങനെ ശൈത്യകാലത്ത് ജർമ്മൻ ജനതയും യൂളിനെ ആഘോഷിച്ചു. ഇന്ന് നമ്മൾ കാണുന്ന ചുവപ്പ് നിറത്തിലുള്ള അലങ്കാരങ്ങൾ, നക്ഷത്രങ്ങൾ, സാന്റാക്ലോസ്, ക്രിസ്മസ് ബെല്ലുകൾ, ക്രിസ്മസ് റീത്ത്, വർണ്ണാഭമായ ചെടികൾ, ക്രിസ്മസ് ട്രീ, ഈ തരത്തിലുള്ള സകല ഡെക്കറേഷൻസും ക്രിസ്മസ് കടമെടുത്തിരിക്കുന്നത് യൂൾ എന്ന ഫെസ്റ്റിവലിനെ അനുകരിച്ചാണ്. ചുരുക്കി പറഞ്ഞാൽ, ആധുനിക ലോകം ഇന്ന് ആഘോഷിക്കുന്ന ക്രിസ്മസ് എന്ന ആഘോഷം റോമൻ ജനത ആഘോഷിച്ചിരുന്ന സാറ്റർനേലിയയിൽ നിന്നും ജർമ്മൻ ജനത ആഘോഷിച്ചു വരുന്ന യൂലെ എന്ന ആഘോഷത്തിൽ നിന്നും രൂപപ്പെട്ട് വന്നതാണ്. ഈ രൂപപ്പെട്ടു വന്ന ക്രിസ്മസിനെ പലപ്പോഴായി ലോകം പല ഭാഗങ്ങളിൽ റദ്ദാക്കിയിരുന്നു. 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മതപരിഷ്കരണത്തിൻ്റെ ഒരു തരംഗം യൂറോപ്പിൽ ക്രിസ്മസ് ആഘോഷിക്കുന്ന രീതിയെ മാറ്റിമറിച്ചു. 1645 ഒലിവർ ക്രോംവെല്ലും പ്യൂരിറ്റൻ സേനയും ഇംഗ്ലണ്ട് ഏറ്റെടുക്കുമ്പോൾ ഇംഗ്ലണ്ടിനെ അപജയത്തിൽ നിന്നും ഒഴിവാക്കുമെന്ന് അവർ ശപഥം ചെയ്തു. അവരുടെ ശ്രമത്തിൻ്റെ ഭാഗമായി ക്രിസ്മസ് റദ്ദാക്കി. ജനകീയ ആവശ്യമനുസരിച്ച് ചാൾസ് രണ്ടാമനെ സിംഹാസനത്തിലേക്ക് പുനഃസ്ഥാപിച്ചു. അദ്ദേഹത്തോടൊപ്പം ജനപ്രിയ അവധിക്കാലത്തിൻ്റെ തിരിച്ചുവരവും കടന്നു വന്നു. 1620 അമേരിക്കയിലെത്തിയ തീർത്ഥാടകർ ഇംഗ്ലീഷ് വിഘടനവാദികൾ ക്രോംവെല്ലിനേക്കാൾ കൂടുതൽ പ്യൂരിറ്റൻ വിശ്വാസങ്ങളിൽ യാഥാസ്ഥിതികർ ആയിരുന്നു. തൽഫലമായി ക്രിസ്മസ് ആദ്യകാല അമേരിക്കയിൽ ഒരു അവധിക്കാലം ആയിരുന്നേയില്ല. 1659 മുതൽ 1681 വരെ ബോസ്റ്റണിൽ ക്രിസ്മസ് ആഘോഷം നിഷിദ്ധമാക്കി. ക്രിസ്മസ് സ്പിരിറ്റ് പ്രകടിപ്പിക്കുന്ന ആർക്കും 5 ഷില്ലിംഗ് പിഴ ചുമത്തി. ഇതിന് വിപരീതമായി ജെയിംസ് ടൗൺ സെറ്റിൽമെൻറ്റിൽ ക്യാപ്റ്റൻ ജോൺ സ്മിത്ത് ക്രിസ്മസ് എല്ലാവർക്കും ആസ്വദിച്ചതായും മോശം സംഭവങ്ങൾ ഒന്നും ഇല്ലാതെ കടന്നുപോയതായും റിപ്പോർട്ട് ചെയ്തു. അമേരിക്കൻ വിപ്ലവത്തിന് ശേഷം ഇംഗ്ലീഷ് ആചാരങ്ങൾ ക്രിസ്മസ് ഉൾപ്പെടെയുള്ളവയെ അനുകൂലിച്ചു. വാസ്തവത്തിൽ 1870 ജൂൺ 26 വരെ ക്രിസ്മസിനെ ഫെഡറൽ അവധി ദിനമായി പ്രഖ്യാപിച്ചിരുന്നതേ ഇല്ല. യേശുവിൻ്റെ ജനനവുമായി ഡിസംബർ 25 എന്തെങ്കിലും ബന്ധമുണ്ടോ? 2 വേദഭാഗങ്ങൾ വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 5-ാം വാക്യം.
യഹൂദിയ രാജാവായ ഹെരോദാവിൻ്റെ കാലത്ത് അബിയാക്കൂറിൽ സഖരിയാവ് എന്നു പേരുള്ള പുരോഹിതൻ ഉണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ അഹരോൻ്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിശബത്ത് എന്നു പേർ. ശ്രദ്ധിക്കുക, അബിയാക്കൂറിൽ സഖരിയാവ് എന്നു പേരുള്ളൊരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അബിയ എന്നു പേരുള്ള പുരോഹിതൻ്റെ ക്രമം നമുക്ക് എവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും? 1 ദിനവൃത്താന്ത പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ 7-ാമത്തേത് ഹാക്കോസിനും 8-ാമത്തേത് അബിയാവിനും എന്ന് കാണാം. അതായത് ശലോമോൻ ദൈവത്തിന് ആലയം പണിതു കഴിഞ്ഞപ്പോൾ പുരോഹിതരെയും ലേവ്യരെയും വിളിച്ചു വരുത്തി ദാവീദ് 24 വിഭാഗങ്ങളായി തരംതിരിക്കുകയും ഓരോ വിഭാഗക്കാർക്കും ഓരോ ആഴ്ചവട്ടക്കാലവും ദേവാലയത്തിൽ സേവനമനുഷ്ഠിക്കുവാൻ അവസരങ്ങൾ നൽകി. അങ്ങനെ അവസരങ്ങൾ കൊടുത്തപ്പോൾ 8-ാം ക്രമപ്രകാരമാണ് അബിയ വരുന്നത്. ആ പറയുന്ന 8-ാം ക്രമപ്രകാരമായിരുന്നു സഖരിയാവും അന്നും ദേവാലയത്തിൽ ധൂപം കാട്ടി വന്നത്. സഖരിയാവ് ധൂപം കാട്ടി വന്ന മാസം ഏതാണെന്ന് പരിശോധിച്ചാൽ യേശുവിൻ്റെ ജനനമാസം കണ്ടുപിടിക്കുവാൻ എളുപ്പമാണ്. സഖരിയാവിൻ്റെ ഭാര്യ ഏലീശ ഗർഭിണിയായി കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോഴാണ് യേശു മറിയയുടെ ഉദരത്തിൽ ഉരുവാകുന്നത്. അബിയായുടെ ക്രമപ്രകാരം സഖരിയാവ് ആലയത്തിൽ ധൂപം കാട്ടി വന്നതുകൊണ്ട് അബിയായുടെ ക്രമം വർഷത്തിൽ ഏത് മാസമായിരുന്നു എന്ന് പരിശോധിച്ചാൽ മതിയാകും. യോഹന്നാൻ സ്നാപകന്റെ ജനനമൊന്ന് പരിശോധിക്കാം. ഔദ്യോഗിക പുരോഹിതൻ സഖറിയ അബിയായുടെ ക്രമത്തിലായിരുന്നുവെന്ന് ലൂക്കോസ് 1:5 എഴുത്തുകാരനായ ലൂക്കോസ് തന്നെ പറയുന്നു. ആലയം ശലോമോൻ പണി കഴിപ്പിച്ചു കഴിഞ്ഞാൽ പുരോഹിതരുടെയും ലേവ്യരുടെയും ചുമതലകൾ മാറേണ്ടി വരും. കാരണം യെരുശലേമിൽ ഒരു നിശ്ചിത സ്ഥലത്ത് ദേവാലയം പണിയുകയെന്ന മുഴുവൻ ആശയവും അർത്ഥമാക്കുന്നത് സമാഗമന കൂടാരം ഒരു സ്ഥലത്തു നിന്നും മറ്റൊരിടത്തേക്ക് ഇനി കൊണ്ടുപോയി മാറ്റി സ്ഥാപിക്കേണ്ടതില്ല എന്നതാണ്. ഒരാൾ ദൈവത്തെ എങ്ങനെ സേവിച്ചു എന്നത് സംബന്ധിച്ച കടമകൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയാണ് വസിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം പൗരോഹിത്യ ആവശ്യകതയിലും മാറ്റം വരും. അതിനാലാണ് ദാവീദ് പുരോഹിതന്മാരെയും ലേവ്യരെയും 24 വിഭാഗങ്ങളായി ക്രമീകരിക്കുന്നത്. ആ ഭാഗം 1 ദിനവൃത്താന്ത പുസ്തകം 24-ാം അധ്യായം 1 മുതൽ 31 വരെ പരിശോധിക്കാവുന്നതാണ്. പുരോഹിത വിഭജനത്തിൻ്റെ 8-ാമത്തേതാണ് അബിയയുടെ ക്രമം എന്നതും 1 ദിനവൃത്താന്ത പുസ്തകം 24-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1 ദിനവൃത്താന്ത പുസ്തകം 24-ന്റെ 10-ലെ അബിയ ലൂക്കോസ് 1:5 അബിയയുടെ അതേ ക്രമമാണ്. ഔദ്യോഗികമായി സഖറിയ തൻ്റെ സമയമനുസരിച്ച് 8-ാം ക്രമത്തിൻ്റെ ഉത്തരവാദിത്തം ക്ഷേത്രത്തിൽ നിറവേറ്റി വരികയായിരുന്നു. അപ്പോഴാണ് ദൂതൻ സഖറിയാവിനോട് സംസാരിക്കുന്നത്. ഓരോ ക്രമവും ശബ്ബത്ത് മുതൽ ശബ്ബത്ത് വരെ ഒരാഴ്ചക്കാലം സേവനം അനുഷ്ഠിച്ചുവെന്നും 8 കലണ്ടർ ദിവസങ്ങളിൽ ഇത് മാറുമെന്നും എന്നാൽ യഥാർത്ഥത്തിൽ 7 ദിവസം മുഴുവൻ സേവിക്കുമെന്നും ജോസീഫസ്, അദ്ദേഹം സുപ്രസിദ്ധ യഹൂദ ചരിത്രകാരനാണ്, 37 AD മുതൽ 100 AD വരെ ജീവിച്ചിരുന്നു. അദ്ദേഹം പറയുന്നു, ജോസീഫസ് എന്താണ് ഒരു ശബ്ബത്ത് മുതൽ മറ്റു ശബ്ബത്ത് വരെ ആലയത്തിൽ പുരോഹിതന്മാർ സേവനം അനുഷ്ഠിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്? ശ്രദ്ധിക്കാം. ദാവീദ് അവയെയും ക്രമമായി വിഭജിച്ചു. ദാവീദിൻ്റെയും സാദോക്കിൻ്റെയും മഹാപുരോഹിതന്മാരുടെയും എല്ലാ ഭരണാധികാരികളുടെയും സാന്നിധ്യത്തിൽ ചീട്ട് വിതരണം ചെയ്തു. ആദ്യം വന്ന ക്രമം ആദ്യത്തേതും അതനുസരിച്ച് 2-ാമത്തേതും 24-ാമത്തേതുമായി എഴുതിയിരിക്കുന്നു. ഈ വിഭജനം ഇന്നും നിലനിൽക്കുന്നു. ജോസീഫസിൻ്റെ ആൻറ്റിക്വിറ്റീസ് ഓഫ് ജ്യൂസ് എന്ന പുസ്തകത്തിൽ നിന്നും എടുത്ത ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. തിരുവചനത്തിൽ കൊടുത്തിരിക്കുന്ന അതേ ക്രമം പുരോഹിതന്മാർ ആ കാലഘട്ടത്തിലും അനുഷ്ഠിച്ചു വന്നു എന്നതിൻ്റെ തെളിവാണ് ചരിത്രത്തിൽ നിന്നും നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 23 മുതൽ 24 വരെ ഒന്ന് വായിക്കാം. അവൻ്റെ ശുശ്രൂഷാകാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി. സഖറിയാവിൻ്റെ കാര്യമാണ് പറയുന്നത്. ആ നാളുകൾ കഴിഞ്ഞിട്ട് അവൻ്റെ ഭാര്യ എലിശബത്ത് ഗർഭം ധരിച്ചു. ശ്രദ്ധിക്കുക, സഖറിയാവ് തൻ്റെ ശുശ്രൂഷാകാലം തികഞ്ഞ ശേഷമാണ് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത്. അതായത് ഒരു ശബ്ബത്ത് മുതൽ അടുത്ത ശബ്ബത്ത് വരെ
തൻ്റെ ശുശ്രൂഷാകാലം കഴിഞ്ഞതിന് ശേഷം, അതായത് 7 ദിവസം, 7 മുഴുവൻ ദിവസം, ഒരാഴ്ചക്കാലം കഴിഞ്ഞതിന് ശേഷം എലിശബത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നു. എലിശബത്ത് ഗർഭം ധരിക്കുന്നു. പുരോഹിതരുടെ ക്രമം മാർച്ച് മാസത്തിൽ ആരംഭിക്കുന്നു. യഹൂദ കലണ്ടർ അനുസരിച്ച് മാർച്ച് മാസത്തിലാണ് തുടങ്ങുന്നത് പുരോഹിതരുടെ ക്രമം. 9-ാം ആഴ്ചയായ 8-ാമത്തെ ക്രമം മെയ് മാസത്തിൽ സക്കറിയ അനുഷ്ഠിച്ചു വരികയായിരുന്നു. ശുശ്രൂഷാകാലം കഴിഞ്ഞ് സക്കറിയ വീട്ടിലേക്ക് പോകുന്നു. യോഹന്നാൻ സ്നാപകനെ ചുമന്നുകൊണ്ട് ഭാര്യ ഗർഭം ധരിക്കുന്നു. യേശുക്രിസ്തു 6 മാസം കഴിഞ്ഞ് ഗർഭം ധരിക്കുന്നത് നവംബറിലാണ്. തുടർന്ന് മേരി കുട്ടിയെ 9 മാസം വഹിക്കുന്നു. അങ്ങനെയെങ്കിൽ അത് ഓഗസ്റ്റിൽ യേശുവിൻ്റെ ജനനത്തിന് കാരണമാകും. മാലാഖയിൽ നിന്നും സുവാർത്ത കേൾക്കുമ്പോൾ ഇടയന്മാർ വയലിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ കാരണം ഇപ്പോൾ ഇത് വിശദീകരിക്കുന്നു. നല്ല കാലാവസ്ഥയായതിനാൽ യാത്ര ചെയ്യാൻ പറ്റിയ സമയമായിരുന്നു. ഈ ചാർട്ട് ഒന്ന് പരിശോധിച്ച് നോക്കിയേ. മാർച്ച് മാസത്തിൽ പുരോഹിതരുടെ ക്രമം മാർച്ച് മാസത്തിൽ ആരംഭിക്കുന്നു. അബിയായുടെ ക്രമപ്രകാരം യഹൂദ കലണ്ടറിൽ വരുന്ന മാസം നിസാൻ മാസമാണ്. നിസാൻ മാസം എന്നത് നമ്മുടെ ഇപ്പോഴത്തെ കലണ്ടറിലെ മെയ് തുടക്കവും ജൂൺ ഒടുക്കവുമാണ് സൂചിപ്പിക്കുന്നത്. അതിനെയാണ് നിസാൻ മാസം എന്ന് പറയുന്നത്. അബിയായുടെ ക്രമപ്രകാരം സക്കറിയാവ് ആലയത്തിൽ ധൂപം കാട്ടി വരുന്ന മാസം മെയ് മാസമായിരിക്കും. 8-ാമത്തെ ക്രമം മെയ് മാസത്തിൽ സക്കറിയ അനുഷ്ഠിച്ചു വരികയായിരുന്നു എന്ന് മാർച്ച് മാസത്തിലെ പുരോഹിതരുടെ ക്രമം അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം. മെയ് മാസത്തിൽ തൻ്റെ ശുശ്രൂഷ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോയ സക്കറിയാവ് എലിശബത്തിൽ യോഹന്നാൻ സ്നാപകന് ജന്മം കൊടുക്കുമ്പോൾ അത് മെയ് ജൂൺ കാലയളവിൽ ആകണം. അങ്ങനെയെങ്കിൽ 6 മാസം കഴിഞ്ഞ് മറിയ ഗർഭിണിയാകുമ്പോൾ സ്വാഭാവികമായും അത് നവംബർ മാസത്തിലാകും സംഭവിച്ചിട്ടുണ്ടാകുക. നവംബർ മാസം യേശുക്രിസ്തു 6 മാസം കഴിഞ്ഞ് ഗർഭം ധരിക്കുന്നു എന്നത് കാണുവാൻ സാധിക്കും. നവംബർ മാസത്തിൽ മറിയയുടെ ഉദരത്തിൽ ഉരുവായ യേശുവിനെ 9 മാസം മറിയ ചുമക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഡിസംബർ മുതലുള്ള 9 മാസം കണക്ക് കൂട്ടിയാൽ യേശുവിൻ്റെ ജനനം വന്നു നിൽക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം യാത്രയ്ക്ക് അനുയോജ്യമായ മാസമാണ്. അതുകൊണ്ട് തന്നെ അഗസ്റ്റസ് സീസർ പേര് ചാർത്തുവാനുള്ള കൽപ്പന ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം പുറപ്പെടുവിച്ചിരിക്കാം എന്ന നിഗമനത്തിലെത്താം. ആ മാസങ്ങൾ കാലാവസ്ഥയ്ക്ക് യാതൊരു വ്യതിയാനവും സംഭവിക്കുന്നില്ല എന്നുള്ളതിനാൽ ആട്ടിടയന്മാർ ആടുകളെയും സൂക്ഷിച്ച് പുറത്തിരുന്നതിൽ യാതൊരു തെറ്റും ഇല്ല. എന്ത് നിഗമനത്തിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്? ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ കർത്താവും നാഥനുമായ യേശുക്രിസ്തുവിൻ്റെ ജനനം ഡിസംബർ മാസത്തിൽ അല്ല എന്നത് നാം മനസ്സിലാക്കി. ഓഗസ്റ്റ് മാസത്തിലാകാം ജനനം സംഭവിച്ചിട്ടുണ്ടാവുക. ഇതിൽ നിന്നും എന്ത് നിഗമനത്തിലാണ് നാം എത്തിച്ചേർന്നത്? ക്രിസ്മസ് ആഘോഷം ഉത്ഭവിച്ചത് റോമാക്കാരുടെ പാഗൻ മതത്തിലെ സാറ്റർനേലിയ എന്ന ശൈത്യകാല ഉത്സവത്തെ റോമൻ കത്തോലിക്ക സഭ പകർത്തിക്കൊണ്ടായിരുന്നു. ആധുനിക ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ആധാരമായിരിക്കുന്നത് ജർമ്മൻ വിഭാഗക്കാരുടെ ശൈത്യകാല ഉത്സവമായ യൂളിനെ പകർത്തിക്കൊണ്ടാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഡിസംബർ 25 എന്ന തീയതിക്ക് വേദപുസ്തക അടിസ്ഥാനത്തിൽ യാതൊരു ബന്ധവുമില്ല. സ്നാപക യോഹന്നാൻ ജനിച്ച കാലം വചനാടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും എന്ന നിഗമനത്തിൽ എത്തുന്നതാണ്. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം നാം ഓരോരുത്തരും അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അത് കൃത്യമായിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചേനെ. എന്നാൽ യേശു തന്നെ തൻ്റെ ജനനത്തേക്കാൾ തൻ്റെ മരണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശിഷ്യന്മാരോട് സംസാരിച്ച വേദഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശു തന്നെ തൻ്റെ അവസാന നാളുകളിൽ അന്ത്യത്താഴ സമയത്ത് എഴുന്നേറ്റ് നിന്ന് അവർക്കായി ഒരു പുതിയ നിയമം കൽപ്പിക്കുകയും തൻ്റെ മരണ പുനരുത്ഥാന മടങ്ങിവരവിൻ്റെ ഓർമ്മയ്ക്കായി കർത്തൃമേശ ആചരിക്കണമെന്നും യേശു തന്നെ അവരോട് പഠിപ്പിച്ചു കൊടുക്കുന്ന ഭാഗം നമുക്ക് വ്യക്തമാണ്. എന്നാൽ ആ ഭാഗങ്ങളിലൊന്നും തന്നെ യേശു തൻ്റെ ജനനത്തെയോ ജനനമാസത്തെയോ ജനന തീയതിയോ
ഓർമ്മിക്കണമെന്നോ ആഘോഷിക്കണമെന്നോ ശിഷ്യന്മാരോടോ അപ്പോസ്തലന്മാരോടോ കൽപ്പിച്ചിരുന്നില്ല. യേശുവിൻ്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷം ആദിമസഭ അപ്രകാരം ചെയ്തില്ല. കാലാന്തരത്തിൽ റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ക്രിസ്തു മതത്തിലൂടെ റോമൻ നാട്ടിൽ വലിയ ഒരു വാഴ്ച ഉണ്ടാക്കാം എന്ന് ആഗ്രഹിച്ച് യേശുക്രിസ്തുവിൻ്റെ പേരിൽ റോമൻ കത്തോലിക്ക മതത്തെ ആഗോള മതമായി അംഗീകരിക്കുകയും നിർബന്ധിച്ച് റോമൻ പാഗൻ വിശ്വാസങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടിരുന്നവരെ കത്തോലിക്ക മതം സ്വീകരിക്കുവാൻ നിർബന്ധിതരാക്കുകയും അവരെ ആകർഷിക്കുവാനും റോമൻ കത്തോലിക്ക സഭയിൽ നിലനിർത്തുവാനും വേണ്ടി അവർ ആചരിച്ചു വന്ന പല ആചാരങ്ങളും പല അനുഷ്ഠാനങ്ങളും പല ഉപദേശങ്ങളും കത്തോലിക്ക സഭയിലേക്ക് കൊണ്ടുവരികയും ആയിരുന്നു ചെയ്തത്. പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ വഴിയും ലോകത്തിൻ്റെ സമ്പ്രദായവും കണ്ടുപഠിക്കരുത് എന്ന് വേദപുസ്തകം തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. യിരെമ്യാ പ്രവചനം 10-ാം അധ്യായം അതിന് 2-ാമത്തെ വാക്യം, യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു, ജാതികളുടെ വഴി പഠിക്കരുത്, ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കരുത്, ജാതികളല്ലോ അവ കണ്ട് ഭ്രമിക്കുന്നത്. ഇവിടെ ദൈവം ഇപ്രകാരം അരുൾ ചെയ്യുന്നു, ജാതികളുടെ വഴി പഠിക്കരുത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു തന്നെ ഇപ്രകാരം പറയുകയാണ്. മർക്കോസ് 7:13, ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാകുന്നു, ഈ വക പലതും നിങ്ങൾ ചെയ്യുന്നു. പ്രിയമുള്ളവരെ, വേദപുസ്തകം അനുവദിക്കാത്തതും വേദപുസ്തകം നമ്മോട് കൽപ്പിക്കാത്തതുമായ സമ്പ്രദായങ്ങളെയും ഉപദേശങ്ങളെയും കൈക്കൊണ്ട് അവ നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കുമ്പോൾ നാം ദൈവിക കൽപ്പനകളെ ദുർബലമാക്കുകയാണ്. ആ ദൈവിക കൽപ്പനകൾക്ക് യാതൊരു വിലയുമില്ല എന്ന് നമ്മുടെ പ്രവൃത്തികൾ മുഖാന്തരം നാം ലോകത്തോട് വിളിച്ചു പറയുകയാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ ഒരു മുന്നറിയിപ്പ് സഭയ്ക്ക് കൊടുക്കുകയാണ്. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിക്കുവിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം, ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണമല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണം ഉള്ളതല്ല. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിന് ചേർന്നതുപോലെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. യേശുവിൻ്റെ മക്കൾ, യേശുവിൻ്റെ ശിഷ്യൻ, യേശുവിൻ്റെ സുഹൃത്ത് എന്ന് വിളിക്കപ്പെടണമെങ്കിൽ യേശു ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നടക്കേണ്ടത് അത്യാവശ്യമാണ്. യേശു ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നടക്കുന്നു എങ്കിൽ യേശു ക്രിസ്തു പഠിപ്പിച്ചതും യേശു ക്രിസ്തു പറഞ്ഞതും യേശു ക്രിസ്തു കൽപ്പിച്ചതുമായ ഉപദേശങ്ങളെ മാത്രമേ സ്വീകരിക്കാവൂ. ഗുരു പറയുന്നത് അനുസരിക്കുന്നതാണ് ഏതൊരു ശിഷ്യനും അനുഗ്രഹം. പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറയുന്നു, മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം നമ്മൾ ലോകത്തിന് കീഴ്പ്പെട്ടു പോകരുത്. അവ നമ്മെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും കവർന്നു കളയും, നമ്മുടെ നിത്യജീവനെ എന്നേക്കുമായി കവർന്നു കളയും. ലോകത്തെ കണ്ടു പഠിക്കരുത്, ദൈവത്തെ കണ്ടു പഠിക്കുക. നിത്യജീവനാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ ആഘോഷിച്ച് ലോകം പല മോശമായ വഴികളിലൂടെയും നമ്മെ കൊണ്ടുപോയി എന്ന് വരാം. അപ്രകാരം ദൈവത്തിൻ്റെ വചനത്തെ, ദൈവിക കൽപ്പനകളെ ദുർബലമാക്കാതിരിപ്പാൻ നമുക്ക് പരിജ്ഞാനം അത്യാവശ്യമാണ്. ദൈവത്തോടായി പ്രാർത്ഥിക്കുക, മാനസാന്തരപ്പെടുക, തെറ്റുകൾ ഏറ്റുപറയുക, ക്ഷമ ചോദിക്കുക. ദീർഘക്ഷമയും മഹാദയവുമുള്ള നമ്മുടെ നല്ല കർത്താവ് നാം അറിയാത്ത കാലങ്ങളിൽ ചെയ്തു പോയ എല്ലാ കുറവുകളെയും എല്ലാ തെറ്റുകളെയും ക്ഷമിച്ച് പൊറുത്ത് തൻ്റെ മക്കളാക്കി തീർക്കുവാൻ ശക്തനായ ദൈവമാണ്. ഈ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കുക, ദൈവിക സ്വർഗീയ അനുഗ്രഹങ്ങളെ പ്രാപിക്കുക. ആമേൻ.